ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതൊരു എക്സൽ സൈസിലുള്ള ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് രണ്ട് തുണി ഇട്ടിട്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റത്തെ തുണി ഇതേ അകവും പുറവും മറിച്ചിട്ടേക്കാണ്. അപ്പോൾ രണ്ട് തുണി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ തരത്തിലാണ് ഞാനിപ്പോൾ ഇന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണ തുണി എടുക്കുന്ന 290 നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിനെ നാലാക്കി മടക്കിയിട്ട് തേര് വന്ന വശം ഈ ഭാഗത്തും തേര് ഈ ഭാഗത്തും ഫോൾഡ് ചെയ്തേക്കുന്ന ഭാഗം നമ്മുടെ ഭാഗത്തും കൂടിയായിട്ട് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ എക്സൽ സൈസിലുള്ള ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ അളവാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും. എക്സൽ സൈസ് എടുത്താൽ കേട്ടോ കുറച്ചൊന്ന് ചുരുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കിതൊന്ന് രണ്ട് മെറ്റീരിയലാണ് നമ്മളിന്ന് കട്ട് ചെയ്യണത്. എന്ന് വെച്ചാൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദേ ഷോൾഡർ 7.5 ഇഞ്ച് ഷോൾഡർ എടുക്കണുണ്ട്. അതൊന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 7.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കണം കേട്ടോ. 2.25 ഇഞ്ച് കഴുത്തിൻ്റെ വീതി വൈഡ് 2.25 ഇഞ്ച് കഴുത്തിൻ്റെ വീതി എടുത്ത് ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 6 ഇഞ്ച് ഫ്രണ്ട് കഴുത്തും 3.5 ഇഞ്ച് ബാക്ക് കഴുത്തും നമ്മൾ അടയാളപ്പെടുത്തും. 6 ഇഞ്ചും 3.5 ഇഞ്ച് ബാക്കിലെ കഴുത്ത് ഇത് രണ്ടും ബോക്സാക്കി വരക്കാം നമുക്ക്. എന്നിട്ട് ബാക്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് നമുക്ക് ഒരു യു ഷേപ്പാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രണ്ട് ഭാഗവും നമ്മൾ കഴിഞ്ഞ് ഇനി നമുക്ക് 7.5 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൈക്കുഴിയും 7.5 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 7.5 ഇഞ്ച് കൈക്കുഴി നമ്മളിവിടെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഈ 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 11.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1 ഇഞ്ചും കൂടി കൂട്ടി നമ്മൾ 12.5 ഇഞ്ച് ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. 12.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് തയ്ച്ച് കഴിയുമ്പോൾ 10. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഈ ഒരു കൈക്കുഴി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവ് വെച്ചിട്ട് അളവ് രേഖ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു 11.5 ഇഞ്ചും പ്ലസ് 1 കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ ചെസ്റ്റ് അളവ് എടുത്തേക്കണം. 12.5 ഇഞ്ചോളം വരും. ഇനി 12 ഇഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ. ചിലവർക്ക് ഇനിയിപ്പോൾ എക്സൽ ഇനി മീഡിയം എടുക്കുന്നവർക്കാണെങ്കിലും 12 ഇഞ്ചൊക്കെ നല്ല ലാവിഷായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത്തിരി കുറച്ച് കൂട്ടിയിട്ടേക്കാണ് ഇവിടെ. നമ്മളൊരു എന്താ പറയണ റെഡിമെയ്ഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ 12.5 ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടെ ഒരു 11.5 ഇഞ്ച് നമുക്ക് 1 ഇഞ്ച് കുറച്ച് തയ്യൽ തുമ്പടക്കം ഷേപ്പ് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മളൊന്ന് യോജിപ്പിച്ച് വരക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിലും കുറച്ചും കൂടി താഴത്തേക്ക് നമുക്കൊരു 5 ഇഞ്ച് ഈ വേസ്റ്റ് എടുത്തിട്ടുള്ള ഭാഗമില്ലേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് 14 ഇഞ്ച് താഴേക്ക് നമ്മളൊന്ന് 14 ഇഞ്ച് താഴേക്ക് നമ്മൾ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഭാഗത്തായിരിക്കണം നമ്മുടെ ഷേപ്പ്, അതായത് വേസ്റ്റിൻ്റെ അളവ് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു 14 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 14 ഇഞ്ച്. ആ 14 നമ്മളൊരു 5 അല്ലെങ്കിൽ 6 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് വേണം നമ്മുടെ ഹിപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഹിപ്പ് ഈ ഒരു ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് നമുക്ക് ഹിപ്പിനും നമ്മൾ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 12.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തേക്കണം. അതേ സെയിം അളവ് തന്നെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി. ഇനി ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഹിപ്പിൻ്റെ ഈ ഭാഗത്തേക്ക് കൂടി വന്നിട്ട് നമ്മൾ താഴേക്ക് ഷേപ്പ് ചെയ്ത് ഇതേപോലെ താഴേക്ക് ഷേപ്പ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കും കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഈ ഒരു അളവ് ഇത് കഴിഞ്ഞിനി നമുക്ക് സ്ലീവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഏറ്റവും താഴെ നമ്മളൊന്ന് ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കും. ഇങ്ങനെ ഇതേപോലെ കർവ് പോലെ നമ്മളുടെ ഈ രണ്ട് വശവും തൂങ്ങിക്കിടക്കാതിരിക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഈ നമ്മുടെ രണ്ട് സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് താഴേന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചോളം നമ്മൾ കയറ്റി വരച്ചിട്ട് ഇതേപോലെ ഈ മധ്യഭാഗത്തു നിന്നായിട്ട് ഒന്ന് കർവ് പോലെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് സ്ലീവാണുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് 55-56 ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ. എക്സലിൻ്റെ അളവ് അങ്ങനെയാണ്. 55-56 ഇഞ്ചോളം നമുക്ക് ഇറക്കം കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും 55 ഇഞ്ച് ഇറക്കം എന്തായാലും കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. സ്ലീവിന് നമുക്ക് ഇവിടെ എത്ര ഇഞ്ച് കിട്ടും അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 9 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. ആ 9 ഇഞ്ചിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് 4.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്താം. 4.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്താം. 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗത്തു നിന്ന് ഇതേപോലെ താഴേക്ക് വെക്കുക. എന്നിട്ട് കൈയുടെ വീതി നമുക്ക് 9.5 ഇഞ്ചാണ് വേണ്ടത്. 9.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. കൈയുടെ താഴെ വണ്ണം 8.5 ഇഞ്ച് കേട്ടോ. 8.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. തയ്യൽ തുമ്പ് അടക്കമാണ് ഈ രണ്ടളവുകളും അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കൈൻ്റെ താഴെ വണ്ണം 8.5, ഇവിടെ കൈയുടെ വീതി 9.5. ഈ 9.5 നമുക്ക് ഈ 8.5 അടയാളപ്പെടുത്തിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് നമുക്ക് വേറെ ഇതിന്ന് പീസ് അധികം വേസ്റ്റ് ഒന്നും പോകാനില്ല. അത് കറക്റ്റ് ഒരു നൈറ്റിക്കുള്ള മെറ്റീരിയലാണ്. പിന്നെ സ്മോൾ നൈറ്റിയൊക്കെ അടിക്കുമ്പോൾ മാത്രമാണ്, സ്മോൾ സൈസിലുള്ള നൈറ്റിയൊക്കെ അടിക്കുമ്പോൾ മാത്രം കുറച്ച് പീസ് ബാലൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ കൈയുടെ ഷേപ്പ് നമുക്ക് ഇതേപോലെ വരച്ച് നമുക്ക് ആ 9.5 ഇഞ്ചിലേക്ക് കൊണ്ട് എത്തിക്കണം. ഇതേപോലെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഷേപ്പ്, മുകൾ ഭാഗത്ത് ഷേപ്പ് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇനി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് നമ്മൾ ഇത് ഈ നേവി ബ്ലൂ കളറും റെഡും കൂടിയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ 2 കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി വെച്ച് കൊടുക്കും. അങ്ങനെയാണല്ലോ മിക്സ് ആൻഡ് മാച്ച് വരുന്നത്. അതേപോലെ നെക്കിൻ്റെ ഭാഗത്തും നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളറുകൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ സ്ക്വയർ ബാക്കിലെ കഴുത്താണ് നമ്മൾ സ്ക്വയറായിട്ടാണ് വരച്ചു കൊടുത്തേക്കുന്നത്. അതാണ് ഞാനൊന്ന് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴി വെട്ടിക്കൊടുക്കുക. കൈക്കുഴി ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് താഴേക്ക് നമ്മളിവിടെ ഷേപ്പ് വരച്ച് വെച്ചിട്ടില്ലേ, ഇതേപോലെ താഴേക്ക് നമ്മൾ ഷേപ്പ് വരച്ചിട്ടില്ലേ, കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴേക്ക് ഷേപ്പ് ചെയ്ത് താഴേക്ക് നമുക്ക് തേരിൻ്റെ ഭാഗത്തേക്ക് എത്തണ വിധത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, താഴെ നമ്മളൊന്നൊരു കർവ് പോലെ വരച്ച് വെച്ചിട്ടില്ലേ, ഇവിടെ ആ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ മധ്യഭാഗത്തു നിന്ന് ആണ് ഇവിടെ കർവ് വരച്ച് വെച്ചേക്കണം. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവിൻ്റെ ഇതേപോലത്തെ ഒരു പീസ് ഈ ഭാഗമാണ് കിട്ടണത്. നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്ത്. ഇനി അതിൻ്റെ ഒന്ന് സെൻറ്റർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നോച്ചിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഇത്രയുള്ള സ്ലീവിൻ്റെ ഇത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബാലൻസ് തന്നെ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൽ നിന്ന് നമ്മൾ 4 പീസ് വെച്ചിട്ടുണ്ടാവും ഒരു മെറ്റീരിയലിൻ്റെ ഒരു കളർ തന്നെ. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് എടുക്കുക, 2 എണ്ണത്തിൽ നിന്നും 2 പീസുകൾ എടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്നിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് കഴുത്ത് നമ്മളിവിടെ ഒന്ന് വെട്ടിയിട്ടില്ല, അതും കൂടി ഒന്ന് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം ഫ്രണ്ട് കഴുത്ത്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആക്കണം, 2 പീസുകളും ഒന്ന് ഷോൾഡർ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കപ്പോൾ ഇതിൻ്റെ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഞാൻ നെക്കൊന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ 6 ഇഞ്ചാണ് കഴുത്തിൻ്റെ നീളം എടുക്കുന്നത്. 6 ഇഞ്ചാണ് എടുക്കുക കേട്ടോ. 6 ഇഞ്ചാണ് നീളം നമ്മൾ എടുക്കുന്നത്. ഈ 6 ഇഞ്ച് നമ്മളൊന്ന് ബോക്സ് രൂപത്തിലാക്കി ഇങ്ങനെ വരച്ചു കൊടുത്ത്, എന്നിട്ട് യു ഷേപ്പാണ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം യു ഷേപ്പാണ് കേട്ടോ. ഫ്രണ്ട് കഴുത്ത്, ബാക്ക് നമ്മൾ സ്ക്വയറാണ് ഇട്ടേക്കണത്. അതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് തള്ളി ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് ഷേപ്പാക്കി അതിനും കൂടി നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷേപ്പാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രണ്ട് കൈക്കുഴി മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റേത്. നമുക്കൊന്ന് കഴുത്തൊന്ന് വെട്ടിയെടുക്കുക. കഴുത്ത് വെട്ടി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി മാത്രം ഒന്ന് 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു പീസ്, ഈ 4 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, 2 കളറിൽ നിന്നും ഈ 2 പീസ് എടുത്തിട്ട് ഒപ്പം ഇത് വെക്കുക. ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കഴുത്തൊന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഈ കഴുത്തൊന്ന് വെച്ചിട്ട് ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഈ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് വീതിയാണ് വേണ്ടത് കേട്ടോ. ഈ ഭാഗത്തേക്ക് 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇത് നമ്മളൊന്ന് താഴേക്ക് ഇതേപോലെ യു ഷേപ്പിലായിട്ടൊന്ന് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 4.5 ഇഞ്ച് ഈ കഴുത്തിൻ്റെ, ഞാനിവിടെ വരച്ചേക്കണത് കറക്റ്റായിട്ട് നിങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ടോ? 4.5 ഇഞ്ചാണ് നമ്മളിവിടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 4.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക താഴെ. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഈ പീസ് ഇങ്ങനെ വെട്ടിയെടുത്തേക്കണ കാരണം കറക്റ്റായിട്ട് ഇരിക്കൂല ഈ വശം. അപ്പോൾ നമുക്കൊന്ന് തള്ളി ഇങ്ങനെ നിൽക്കണ വശം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. 4.5 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ 4.5 ഇഞ്ചിലേക്കാണ് ഈ 2 ഇഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയ ഷേപ്പ് ചെയ്ത് ഈ 4.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ.
ഈ ഒരു ഭാഗം വരുമ്പോൾ കുറച്ച് വീതി കൂടും. ഇവിടെ 2 ഇഞ്ചാണ് വീതി കൊടുത്തേക്കണത്. ഇവിടെ നമ്മൾ 4.5 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്ത് വീതി കൊടുത്തേക്കണത്. ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 2 ഇഞ്ച് വീതിയിൽ നിന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഈ 4.5 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് എത്തിക്കണം കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഒന്ന് നേരെ വെട്ടിക്കൊടുക്കട്ടെ. അപ്പോൾ കഴുത്ത് ഇതേപോലെ വെട്ടുക. ഇനി ഇത് ഇതേപോലെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പീസ് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ളതൊന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ റെഡിൻ്റെ മുകളിൽ നേവി ബ്ലൂവിൻ്റെ കളറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ സ്ലീവും നേവി ബ്ലൂ ആയിരിക്കുമല്ലോ കേട്ടോ വെക്കുന്നത്. ഇതേപോലെ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് ചേർത്തി എന്താ ഇതേപോലെ ആയിരിക്കും. അതുപോലെ സ്ലീവ് ഞാൻ കാണിച്ചു തരാം. സ്ലീവും ഇതേപോലെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പൈപ്പിംഗ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ഇട്ട് കൊടുക്കും. അതേപോലെ സ്ലീവ് ഇതേപോലെ വരും. കാണുന്നുണ്ട് നിങ്ങൾ? അപ്പം ഇതേപോലെ സ്ലീവ് ഇതേപോലെ നേവി ബ്ലൂ കളറിൽ, കഴുത്തിൻ്റെ ഭാഗം നേവി ബ്ലൂ കളറ് നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിനു മുമ്പും ഈ എക്സലിൻ്റെ സൈസിലുള്ള വീഡിയോ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. പെട്ടെന്നാണ് ഞാൻ വീഡിയോ അല്ലെങ്കിൽ ലെങ്ത്തായി പോവും. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് പറഞ്ഞു പോയേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ലതായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടായിരിക്കുള്ളൂ നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.